വികസന വർധനം. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഈ വർഷം തന്നെ ജ്ഞാനം എന്റെ മലയാളം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഒരു ഭാഷ എന്ന നിലയിൽ മലയാളത്തിന്റെ മുന്നേറ്റത്തിൽ ലഭിച്ച പുരസ്കാരമാണ് ഈ പദ്ധതി. ഇന്ന് മലയാളം ഒരു ഭാഷയല്ല, പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തനിമയും സൗന്ദര്യവും ഉൾക്കൊണ്ട ശ്രേഷ്ഠ ഭാഷയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിക്കപ്പെടുന്ന കേരളത്തിന്റെ ഭാഷയാകുമ്പോൾ മലയാളം ദൈവത്തിന്റെ സ്വന്തം ഭാഷയുമാകുമല്ലോ. മലയാളം മല എന്ന വാക്കിനോട് സ്ഥലം എന്നർത്ഥം വരുന്ന അളം എന്ന പദം ചേർന്ന് മലയാളമായി. മലയാളാക്ഷരങ്ങളിൽ ആദ്യ സ്ഥാനം ആ എന്ന അക്ഷരത്തിനാണല്ലോ. ആ എന്നാൽ അമ്മ, അമ്മയിൽ നിന്നുമാണ് മലയാളം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭാഷകളിൽ വെച്ച് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ളത്. 51 അക്ഷരങ്ങളുടെ പ്രൗഢിയിൽ മലയാളത്തിന്റെ തന്മ ഒന്ന് വേറെ തന്നെ. മലയാള ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തമിഴിനെയും സംസ്കൃതത്തെയും മാറ്റി നിർത്താനാവില്ല. ഇവയിൽ നിന്നുമാണല്ലോ മലയാളം രൂപം കൊണ്ടിട്ടുള്ളത്. മലയാളം രൂപം കൊണ്ടതിനു ശേഷം വാമൊഴിയിലൂടെയും പിന്നീട് വരമൊഴിയിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ടു. 2013 മെയ് 23 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കൈമുതലായപ്പോൾ അതിലേക്ക് വഴിവെച്ചത് 2300 പരം കാലപ്പഴക്കവും BC 277 300 കാലഘട്ടത്തിലെ അശോക ചക്രവർത്തിയുടെ ശിലാശാസനവും BC 1-ാം നൂറ്റാണ്ടിലെ പുളിമാൻകൊമ്പ് വീരയ്ക്കൽ ലിഖിതവും ദ്രാവിഡ വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്യവുമാണ്. ഇവയെല്ലാം മലയാള ഭാഷയുടെ പഴക്കത്തെ ശക്തിപ്പെടുത്തുന്നു. മലയാള ലിപി ആദ്യം അച്ചടിച്ച പുസ്തകം എന്ന സ്ഥാനമാണ് മലയാള ചരിത്രത്തിലെ ഹോർത്തൂസ് മലബാറിക്കസിനെ അവകാശപ്പെടാനുള്ളത്. 1772 ക്ലെമന്റ് പീനിയസ് രചിച്ച സംഖ്യേത വേദാർത്ഥവും മലയാളത്തിന്റെ ആത്മാവിൽ ആഴ്ചറിഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും മലയാള വികാസത്തിന് മറ്റൊരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കൈവന്ന ഈ വേളയിൽ മലയാള ഭാഷയുടെ പിതാവിനെ വിസ്മരിക്കാനാവില്ല. 6 ശതകത്തിൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ച് മലയാള ഭാഷയെ വളർത്തിയെടുത്ത തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ എല്ലാ അർത്ഥത്തിലും മലയാള ഭാഷയുടെ പിതാവ് തന്നെയാണ്. കേവലം ഒരു കളിയിലൂടെ രാമായണ കഥ ഉരുത്തിരിഞ്ഞപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ നാഴികക്കല്ലായി മാറി. ഇന്ന് മലയാളം കടമ്പകൾ കടന്ന് ശ്രേഷ്ഠ ഭാഷ പദവി എത്തി നിൽക്കുന്നുണ്ടെങ്കിലും മലയാളത്തിന് ഇന്ന് പഴയ പദവി ലഭിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിച്ചു നോക്കേണ്ടതാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞുപോലും മലയാളം സംസാരിക്കരുതെന്ന് വാശി പിടിക്കുന്ന സമൂഹമാണ് നമുക്ക് മുൻപിലുള്ളത്. മലയാളത്തെ പാടി ഒഴിവാക്കി ആംഗലേയ ഭാഷകൾ നന്നായി സംസാരിക്കുന്നതോടൊപ്പം അവരെ മലയാളം അറിയില്ലെന്ന് പറയാൻ അഭിമാനിക്കുന്ന മലയാളികൾ. മലയാളം സംസാരിച്ചതിന് തന്റെ വിദ്യാലയത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന കുട്ടികളെ നാം സമീപകാല പത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞു. എന്നാൽ പെറ്റമ്മയെ മറന്ന് മറ്റുള്ള സംസ്കാരത്തിലേക്ക് നീങ്ങുന്നതോടൊപ്പം നാം സ്വയം ചെറുതാകുകയല്ലേ ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ മത്യനു പെറ്റമ്മ താൻ ഭാഷ താൻ എന്ന വള്ളത്തോളിന്റെ വരികൾ ഇത് തന്നെയല്ലേ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. എല്ലാവരും മറ്റു ഭാഷയിലേക്ക് തിരിയുമ്പോൾ മലയാളത്തിൽ തന്നെ IAS പരീക്ഷ എഴുതി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹരിത വി കുമാർ എല്ലാ മലയാളികൾക്കും മാതൃകയായ വ്യക്തിത്വമാണ്. മലയാള ഭാഷയുടെ മഹത്വം കേവലം 5 നിമിഷങ്ങൾ ഉൾക്കൊള്ളിക്കാനാവാത്തതാണ്. അമ്മിഞ്ഞ പാലിന്റെ മാധുര്യമൂറുന്ന മലയാളത്തിന്റെ തനിമയും പാരമ്പര്യവും നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. മലയാള ഭാഷയുടെ ഉയർച്ചയ്ക്ക് അഹോരാത്രം പ്രവർത്തിച്ച ഓരോ വ്യക്തികളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും മലയാളത്തെ നെഞ്ചിലേറ്റാൻ ഓരോ മലയാളികൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങട്ടെ.